CPM നേതാക്കന്മാരുടെ അഴിമതിയെപ്പറ്റി കേരളത്തിലെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്. ജനങ്ങൾ ശരിക്കും അതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ ചില അഴിമതിയൊക്കെ വിസിബിളായിട്ട് പുറത്ത് വരും. അപ്പം ചില സംഭവമുണ്ട്, ഈ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്. ഏതായാലും CPMൻ്റെ പല നേതാക്കന്മാർക്കും ജോലിയൊന്നുമില്ല, പാർട്ടി മാത്രമാണ് അവരുടെ. കാരണം ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണെങ്കിലും ഇവർക്കൊന്നും പ്രത്യേകിച്ച് ജോലിയൊന്നും, പഴയ ചിലപ്പോൾ റിട്ടയർഡ് അധ്യാപകരായിരിക്കും എന്ന് ഒഴിച്ച്, അല്ലെങ്കിൽ റിട്ടയർഡ് ഗവൺമെൻറ് സർവീസിലായിരിക്കും എന്ന് ഒഴിച്ച് ആർക്കും ഈ പറയുന്ന പോലെ ഡെയിലി ആയിട്ടുള്ള ജോലിയൊന്നുമില്ല. ചിലപ്പോൾ കൃഷിയുള്ളവരുണ്ട്. പക്ഷെ നമുക്ക് ഊഹിക്കാം അവർക്കൊക്കെ എത്രമാത്രം ഈ പണം അവർക്ക് സ്വരൂപിക്കുവാൻ സാധിക്കും. എറണാകുളം ജില്ലയിൽ ഈ കൂപ്പർ, അതായത് മെർസിഡസ് ബെൻസിൻ്റെ വണ്ടിയാണ് കൂപ്പർ എന്ന് പറഞ്ഞ സംഭവം. അതിന് ഏകദേശം മാർക്കറ്റ് വാല്യൂ ഓൺ ദ റോഡ് 45 മുതൽ 50 ലക്ഷം രൂപ വരെ വിലയുണ്ട്. അപ്പോൾ CITUവിൻ്റെ ഒരു നേതാവ്, അതായത് ഈ ഓയിൽ, അതായത് ക്രൂഡ് ഓയിൽ, ഈ പെട്രോളിയം ഡീലേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന് പറയുന്നത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി CN മോഹനനും, അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ പറഞ്ഞ് ഈ പറയുന്ന അനിൽ എന്ന് പറഞ്ഞ ഈ കൂപ്പർ കാറ് വാങ്ങിയ ആളുമാണ്. ഇദ്ദേഹം പറഞ്ഞത് ഈ കൂപ്പറിൻ്റെ കാറ് മേടിച്ച് അയാളുടെ ഭാര്യയുടെ ബർത്ത്ഡേയുമായിട്ട് ആഘോഷിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് മറ്റുള്ള ജനങ്ങൾ ഇത് ഏറ്റെടുക്കുകയും പിന്നെ പാർട്ടി ഇയാൾക്കെതിരെ ഏകദേശം എന്തോ നടപടിയെടുത്തു എന്നൊക്കെ പറയുന്നു. ഇതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. ഇദ്ദേഹം പറഞ്ഞ ന്യായീകരണം, പാർട്ടി പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് ഈ അനിലിൻ്റെ ഭാര്യയ്ക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭയങ്കര ജോലിയാണ്. അപ്പം ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്ത് ജോലിയാണ് ഈ പെട്രോളിയം കമ്പനിയിലുള്ളത്? അവിടെയുള്ള ഫിനാൻസ് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ AGM, അയാളുടെ PA ആണ് ഈ പറയുന്ന കൂപ്പർ അനിലിൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത്. പിന്നെ അനിൽ, അവിടെ ഈ പറയുന്ന അനിൽ എന്ന് പറയുന്ന ആൾക്ക്, അനിലോ സുനിൽ എന്ന് പറയുന്ന ആൾക്ക് അവിടെ ഒരു ടെമ്പററി ജോലിയുണ്ട്. അയാളാണ് 45-50 ലാക്സിൻ്റെ ഈ കൂപ്പർ, മിനി കൂപ്പർ വാങ്ങിയത്. ഈ പണം ഇവിടുന്ന് വന്നെന്ന് ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കേണ്ട സംഭവമാണ്. കാരണം മിനി കൂപ്പർ എന്ന് പറഞ്ഞ വണ്ടി ഈ പറയുന്നൊരു മിഡിൽ ക്ലാസ്സുകാരന് വാങ്ങാൻ പറ്റിയ വണ്ടിയല്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ലോൺ എടുക്കുവാണെങ്കിൽ EMI തിരിച്ചടയ്ക്കണ്ടായോ? ഈ ഭാര്യയുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും EMI ആയിട്ട് എല്ലാ മാസം കൊടുക്കേണ്ടത്. അതിനാൽ തുടർന്ന് ഇപ്പം CPMൻ്റെ ജില്ലാ സെക്രട്ടറി CN മോഹനൻ, അദ്ദേഹം കോലഞ്ചേരി സ്വദേശിയാണ്, എറണാകുളം. അദ്ദേഹത്തിൻ്റെ മകള് ഇംഗ്ലണ്ടിൽ കേംബ്രിഡ്ജ്, അതേപോലെ വലിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകളുടെയും ചേർത്തൊരു ഫോട്ടോ, ലണ്ടനിൽ നിന്നുള്ള ഫോട്ടോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതിനുശേഷമുള്ള ഈ പറയുന്ന ഡെക്കറേഷൻ എല്ലാം കിട്ടി. ഈ 4 പേരുടെ ഫോട്ടോ ഇട്ടിരിക്കുന്നത്, കുടുംബമായിട്ടാണ് ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഇപ്പം മിനിമം ഇതേപോലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 50 മുതൽ 55 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. അപ്പോൾ CN മോഹനൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഞാനിന്ന് പല ആൾക്കാരോടും ചോദിച്ചു. കോലഞ്ചേരിയായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ സുഹൃത്തുക്കൾ, ഇയാളുടെ കൂടെ പഠിച്ചവർ, അയൽവാസികൾ. ഇപ്പം ഇദ്ദേഹം DYFI കൂടെ കയറി വന്ന നേതാവാണ്. കോലഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പോൾ 1998 വരെ എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി, അവിടെ ബൈക്ക് പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. അതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീട് നിലനിന്നിരുന്ന സംഭവം. ആ 98 സമയങ്ങളിലൊക്കെ, 98-99 സമയങ്ങളിൽ CN മോഹനൻ്റെ 2ഓളം പെങ്ങന്മാർ കൂലിപ്പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആലോചിച്ചാണ്. അപ്പം കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നു. ഇതേപോലെയുള്ളൊരു വീടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അനുജൻ LLBക്ക് ആ സമയത്ത് പഠിക്കുമായിരുന്നു, ലോയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം, CN മോഹൻ്റെ മകളുടെ കല്യാണം കോലഞ്ചേരി